ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ജയൻ ട്രിപ്പിൾസ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ യൂട്യൂബ് ചാനലിൽ കുറച്ച് പേര് കമൻറ്റായി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റത്തെ എൻഡ് സ്ക്രീൻ എങ്ങനെ വെക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. ആദ്യം നമ്മൾ ഫോണിൽ ക്രോം എടുക്കാം കേട്ടോ. ക്രോം എടുത്തതിന് ശേഷം അതിൽ യൂട്യൂബ് സ്റ്റുഡിയോ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ നമ്മളെ ചാനൽ ഡെസ്ക്ടോപ്പ് വഴി ഇതേപോലെ വരും കേട്ടോ. ഇങ്ങനെ ഒരു പേജിലായിട്ട് വരും. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും. അതെടുത്തതിന് ശേഷം ആ ഒരു പേജിൽ നമുക്ക് വീഡിയോസ്, അതുപോലെ നമ്മുടെ അപ്ഡേറ്റ് ചെയ്ത ഷോർട്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിലുണ്ടാവും കേട്ടോ. കണ്ടില്ല, അതുപോലെ വീഡിയോസ് ഓരോന്നായിട്ട് ഉണ്ടാകും. അപ്പോൾ അതിൽ ഏറ്റവും മുകൾ ഭാഗത്ത്, അതായത് നമ്മുടെ ആ ഒരു പേരുണ്ടല്ലോ, ജയം ട്രിപ്പിൾസ് എന്ന എൻ്റെ ചാനലിൻ്റെ തൊട്ട് താഴെ തന്നെ ഉണ്ടാകും കസ്റ്റമൈസ് ചാനൽ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടാവും കേട്ടോ. അതും നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഡയറക്റ്റ് ആയിക്കാണ്ട് YT സ്റ്റുഡിയോയിൽ കൂടി പോയിക്കാണ്ട് ഡെസ്ക്ടോപ്പ് വഴി എത്തും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒരു പേജായിരിക്കും കേട്ടോ ഓപ്പണായി വരുന്നത്. അതിൽ നിന്ന് ഇടത്ത് ഭാഗത്തുണ്ടാവും കണ്ടൻറ്റ് പറഞ്ഞൊരു ഓപ്ഷൻ കേട്ടോ. ആ ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മുടെ അപ്ഡേറ്റ് ചെയ്ത എല്ലാ വീഡിയോസും അവിടെ കാണാൻ കഴിയും കേട്ടോ. അതുകൊണ്ട് ഇതുപോലെ ഒരു പേജായിരിക്കും അപ്പോൾ ഓപ്പണായി വരുന്നത്. അപ്പം ഞാനിവിടെ നേരെ മുകളിലുള്ള ഒരു വീഡിയോ ആണ് സെലക്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ കുറേ ഓപ്ഷൻസൊക്കെ വന്നിട്ടുണ്ട്. നമ്മളെല്ലാ അപ്ഡേറ്റ് ചെയ്ത എല്ലാ വീഡിയോസും ഇതിലുണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ വീഡിയോസിനൊക്കെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിൽ എഴുതിയിട്ടുണ്ടാവും കേട്ടോ, കോപ്പിറൈറ്റ് ഉണ്ടോ അതോ വേറെ എന്തെങ്കിലും സ്ട്രൈക്ക് കിട്ടിയിരിക്കണോ എന്നൊക്കെ ആ ഒരു പേജിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഞാൻ ആദ്യം മുകളിലത്തെ ഫുഡ് ചലഞ്ചിൻ്റെ ആ വീഡിയോക്കാണ് ഞാനിവിടെ എൻഡ് സ്ക്രീന് വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതുപോലൊരു പേജ് ആയിരിക്കും ഓപ്പണായി വരുന്നത്. ഇതിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു പേജിലുണ്ടാവും കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സ്, അതുപോലെ ടാഗ് കൊടുക്കേണ്ടത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാകും. അതിൻ്റെ വലത്ത് ഭാഗത്തുണ്ടാവും എൻഡ് സ്ക്രീൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും കേട്ടോ. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു പേജ് ഓപ്പണായി വരും. ആ ഒരു പേജിൻ്റെ സൈഡിലായിക്കാണ്ട് കുറേ ഓപ്ഷൻസ് ഉണ്ടാവും കേട്ടോ. നമുക്ക് എങ്ങനെയാണ് എൻഡ് സ്ക്രീന് വെക്കേണ്ടത് കണ്ടില്ല, ഇതുപോലെ ഉണ്ടാവും. സ്ക്രീനിൻ്റെ സമയത്ത് നമുക്ക് വീഡിയോ അതേപോലെ സബ്സ്ക്രൈബ് ആണെന്നുണ്ടെങ്കിൽ അവിടെ അതിനുള്ള ഓപ്ഷൻ ഉണ്ടാകും. ഇനി വീഡിയോസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അതിന് വേറൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ 2 വീഡിയോസ് പ്ലേലിസ്റ്റ് ആണ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാകും കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടപ്രകാരം ചൂസ് ആക്കാം. ഞാൻ അധികം 4 വീഡിയോസ് അല്ലെങ്കിൽ 2 വീഡിയോസാണ് ആഡ് ചെയ്യൽ കേട്ടോ. ഞാനിപ്പോൾ ഈ 2 വീഡിയോ അല്ല ഓരോ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതാകൊണ്ട് ഇതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് 2 വീഡിയോ ഇവിടെ അപ്ഡേറ്റ് ചെയ്യാം. ആ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. 2 ബോക്സാണ് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ. അതിൽ നിന്ന് നമുക്ക് ഓരോ വീഡിയോസിന് ചൂസ് ആക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു ബ്ലൂ കളറിലൊരു ബോക്സ് വന്നിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ ചോയ്സ് സ്പെസിഫിക് വീഡിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും കേട്ടോ. നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മുടെയൊക്കെ ഏത് വീഡിയോ ആണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്, അതായത് എൻ്റെ സ്ക്രീനിൽ ഏത് വീഡിയോ ആണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. എല്ലാ വീഡിയോസും അവിടെ കാണിക്കും, അതായത് ഷോർട്സ് വീഡിയോസും ഒക്കെ ഉണ്ടാവും കേട്ടോ അവിടെ. അതിനുശേഷം നമുക്ക് ഏത് വീഡിയോ ആണ് അടുത്തത് ചൂസ് ആക്കാവുന്നത് വെച്ചാൽ അതിനനുസരിച്ച് ചൂസ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 എണ്ണം ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ സ്ഥലത്ത് നമുക്ക് പ്ലേലിസ്റ്റ് നിങ്ങളെ ചാനലിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൻ്റെ ഓപ്ഷൻ നെക്കി കൊടുത്തതിന് ശേഷം പ്ലേലിസ്റ്റിലേക്ക് പോയിക്കാണ്ട് അതും ആഡാക്കി കൊടുക്കാം കേട്ടോ. ഈ എൻഡ് സ്ക്രീനിൻ്റെ ഉപകാരം എന്ന് പറയുന്നത് നമ്മുടെ പഴയ വീഡിയോസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് വ്യൂസൊന്നും ഇല്ലാത്ത വീഡിയോസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എൻഡ് സ്ക്രീനിലേക്കാണ്ട് വെച്ച് കൊടുത്താൽ നമ്മുടെ ആ ഒരു വീഡിയോയിലേക്ക് പെട്ടെന്ന് അവർക്ക് എത്താൻ കഴിയും കേട്ടോ. ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് എൻഡ് സ്ക്രീന് വെക്കുക എന്നുള്ളത്. ചില വ്ളോഗേഴ്സൊന്നും അങ്ങനെ വെക്കാറില്ല, അല്ലാത്തവരൊക്കെ ചിലവരൊക്കെ വെക്കലുണ്ട് കേട്ടോ. ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ്. ഞാനിവിടെ ഇതാക്കണ വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് എപ്പോഴാണ് ഈ വീഡിയോ എൻഡ് സ്ക്രീനിൻ്റെ ഇതുപോലെ ഒരു ബോക്സിൽ വേണ്ടത് എന്ന് വെച്ചാൽ അതിനും ഓപ്ഷൻ ഉണ്ട്. ടൈം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. എല്ലാവരും ഇത് ഒരു എൻഡ് സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ ലാസ്റ്റ് ആ ഒരു 2-3 സെക്കൻഡ്, ഒരു 10 സെക്കൻഡിൻ്റെ ഉള്ളിലാണ് ഈ ഒരു വീഡിയോ വെക്കൽ കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ ഓപ്ഷൻ ഉണ്ടാകും, സേവ് എന്ന ഓപ്ഷൻ ഉണ്ടാകും. അത് പോയിക്കാണ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ സേവ് ആയിട്ടുണ്ടാവും കേട്ടോ. അടുത്തത് പറയാൻ പോകുന്നത് ഐ ബട്ടൺ എങ്ങനെ വെക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ എൻ്റെ സ്ക്രീനിൻ്റെ തൊട്ട് താഴെ തന്നെ ഉണ്ടാവും കാർഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇതുപോലൊരു പേജ് ഓപ്പൺ ആയി വരും കേട്ടോ.
അവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഓപ്ഷൻസൊക്കെ ഉണ്ട്. വീഡിയോ ആണ് ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വീഡിയോ ആഡ് ചെയ്യാം, അല്ല പ്ലേലിസ്റ്റാണ് വേണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ എല്ലാ ഓപ്ഷൻസും അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ആണ് ആഡ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഒരു പഴയൊരു വീഡിയോ എടുത്തുകൊണ്ടാണ് ഇതിന് മുകളിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് നമുക്ക് സമയം സെറ്റ് ചെയ്യുക, എപ്പോഴാണ് ഏത് ടൈമിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മുകളിൽ ഐ ബട്ടൺമേൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കാണോ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ടൈമൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 2 മിനിറ്റ് ആകുമ്പോൾ ഉള്ള ആ രീതിയിലാണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ സൈഡിൽ അതുപോലെ സേവ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. സേവുമ്പോൾ പോയി കാണാൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ ഏത് വീഡിയോ ഒക്കെ ആണ് ഇതൊക്കെ വെച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ പോയി കണ്ട് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. യൂട്യൂബിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു സെറ്റ് ചെയ്ത ആ ഒരു വീഡിയോ എടുത്തതിന് ശേഷം ഓപ്പൺ ആക്കി കൊടുക്കാം കേട്ടോ. ഈ ബട്ടൺ ഇവിടെ വന്നിട്ടുണ്ട്. 2 സെക്കൻഡ് ആയപ്പോഴാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഞാൻ 2 മിനിറ്റിന് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ടൈം സെറ്റ് ചെയ്തപ്പോൾ 2 സെക്കൻഡിലാട്ടോ വന്നത്. എൻ്റെ മിസ്റ്റേക്കാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഐ ബട്ടൺമേ ക്ലിക്ക് ചെയ്ത ആ ഒരു വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയാൽ അതിലും കാണാൻ പറ്റും കേട്ടോ. ഇതുപോലെ ഒന്ന് നമുക്ക് ആ വീഡിയോ കാണാൻ പറ്റും. അതിന് ശേഷം ഇനി എൻ്റെ സ്ക്രീൻ എങ്ങനെ വരുന്നതെന്ന് കാണിച്ചു തരാം. ഇതാകട്ടെ ഈ ഒരു ടൈമിലാവുമ്പോഴായിരിക്കും എൻ്റെ സ്ക്രീൻ ഇതുപോലെയുണ്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ, അസ്സലാമു അലൈക്കും.